Meet the editors. നമസ്കാരം, മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോയിലൂടെ ശക്തമായ പ്രചാരണത്തിനാണ് എൻ.ഡി.എ തുടക്കമിട്ടത്. സർപ്രൈസ് ആയിരുന്നെങ്കിലും കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വയനാട്ടിലും ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച മണ്ഡലത്തിലെത്തും. വൈകിട്ട് 4 മണിയോടുകൂടി വയനാടിന്റെ കവാടമായ ലക്കിടിയിൽ എത്തിച്ചേർന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ എൻ.ഡി.എ സഖ്യത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഹാരാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് വയനാടൻ ചുരത്തിന്റെ ശില്പി കരിന്തണ്ടന്റെ സ്മാരകത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കൽപ്പറ്റയിലേക്ക്. റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് എത്തിയത്. നാഥനില്ലാ മണ്ഡലമായി വയനാട് മാറിയെന്നും ജയിക്കാൻ തന്നെയാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. വയനാടിനൊരു നാഥൻ ഇല്ലാതായിരിക്കുന്നു. അതാണ് ഇത്തവണത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് തീർച്ചയായിട്ടും എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് സാധിക്കും. വെറുതെ മത്സരിക്കാൻ വന്നതാണെന്ന് വയനാട്ടുകാർക്ക് തോന്നുന്നുണ്ടാവില്ല. ജയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സുരേന്ദ്രന്റെ വരവോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം കടുക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏൽക്കുമോ പെർമനന്റ് വിസ? ഉണ്ണി സാർ, സാധാരണ എടുക്കുന്ന വിസയല്ല, വയനാട് മണ്ഡലത്തിലെ വിസയാണ്. അത് തന്റേത് പെർമനന്റ് ആണ്, മറ്റേത് രണ്ടും ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞ കെ സുരേന്ദ്രനാണ് ഈ പെർമനന്റ് വിസ എന്നുള്ള ആ ഒരു കോയിനേജ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വയനാട്ടിൽ ഏശുമോ? നോക്കൂ, ഇപ്പോൾ വയനാട്ടിൽ കെ സുരേന്ദ്രൻ വരുന്നത് വഴി മത്സരം കടുക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ എന്നാണ് നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞവസാനിപ്പിക്കുന്നത്. പക്ഷേ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കെ സുരേന്ദ്രൻ വരുന്ന വഴി മത്സരം അവിടെ കടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. എൻ്റെ കാരണം ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും ആ മണ്ഡലത്തിൻ്റെ സ്വഭാവവും നമുക്കറിയാമല്ലോ. UDFനെ സംബന്ധിച്ച് നിശ്ചയമായും വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഷുവർ ബെറ്റാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ ഏകപക്ഷീയമായി ചിന്തിക്കുന്ന ഒരു മണ്ഡലവുമല്ലാതെ അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഇപ്പോൾ തന്നെ എടുത്തു നോക്കൂ, നമ്മളിപ്പം ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ വയനാട്ട് ജില്ലയിലുള്ള 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും കോൺഗ്രസിനോടൊപ്പമാണ്. എന്നാൽ മാനന്തവാടി CPMനോടൊപ്പമാണ്. അതേ സമയത്ത് മലപ്പുറത്ത് നിന്നുള്ള 3 മണ്ഡലങ്ങളും കൂടി ഈ പറയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടെ വണ്ടൂർ AP അനിൽകുമാറാണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. ഏറനാട് PK ബഷീറാണ്, ലീഗിൻ്റെ MLA ആണ്. പക്ഷേ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലവും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ CPMൻ്റെ നേതാവായിട്ടുള്ള PV അൻവറാണ്. ഇനി തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള തിരുവമ്പാടി നിയമസഭാ മണ്ഡലവും ഈ വയനാടിൻ്റെ ഭാഗമാണ്. അവിടെ ലിൻഡോ ജോസഫാണ്, CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പലപ്പോഴും സ്വാധീനങ്ങൾ മാറിമറിയുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് വയനാട് പെരുമാറിയിട്ടുള്ളതെന്ന് പറയും. ഇപ്പോൾ 2011 3 മണ്ഡലങ്ങളും, വയനാട് ജില്ലയ്ക്കുള്ളിലെ 3 മണ്ഡലങ്ങളും UDFന് അനുകൂലമായിരുന്നു. അപ്പോൾ PK ജയലക്ഷ്മിയും ശ്രേയാംസ് കുമാറും ഒക്കെ വിജയിച്ചു വന്ന, IC ബാലകൃഷ്ണനും ഒക്കെ ആ 3 മണ്ഡലങ്ങൾ വിജയിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ 2016 ആയപ്പോഴത്തേക്ക് OR കേളുവും CK ശശീന്ദ്രനും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, വയനാടിൻ്റെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 2 പാറ്റേണിലാണ് എന്ന് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായും UDFനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും അതുപോലെ ഇടതുപക്ഷത്തിനും ഒരുപോലെ സംഭാവനകൾ നൽകുന്നൊരു മണ്ഡലവുമാണ്. ആ അർത്ഥത്തിൽ 2 പാറ്റേണിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ BJPയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് സുജയ. ഇപ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ഷാനവാസ് അവിടെ മത്സരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് വയനാട് മണ്ഡലത്തിലെ. 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമാണെന്ന് MA ഷാനവാസ് അവിടെ നേടിയതെന്ന് മാത്രമല്ല, അന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് DIC അവിടെ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന്. K മുരളീധരൻ അവിടെ മത്സരിച്ചിട്ട് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ വോട്ട് തന്നെയാണ് അവിടെ ഭിന്നിച്ചു പോയതെന്ന് പറയാം നമുക്കൊരർത്ഥത്തിൽ. ഏതാണ്ട് 99,000 ശിഷ്ട വോട്ടാണെന്ന്
മുരളീധരൻ പിടിച്ചത്. എന്നാൽ 2014 വരുമ്പോഴോ മത്സരം കടുപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. സത്യൻ മൊകേരിയാണ് മത്സരിച്ചത്. അവിടെ അന്ന് 2014 എം എ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് 20,000 വോട്ടാണ്. 20,000 വോട്ടിലേക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അന്ന് അവിടെ PV അൻവർ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. പക്ഷേ ഒരു 34,000 വോട്ടൊക്കെ പിടിച്ചിട്ടുള്ളൂ, 4% വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു ഫൈറ്റ് 2014 ഇടതുപക്ഷം അവിടെ കാഴ്ചവെച്ചു. അപ്പോൾ 2009 വലിയ ഭൂരിപക്ഷം UDF ലഭിക്കുന്നു. എന്നാൽ 2014 ആകുമ്പോൾ ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുന്നു. ഈ രണ്ട് സ്വഭാവവും കാണിച്ചിട്ടാണ് ആ മണ്ഡലം. പക്ഷേ 2019 സ്ഥിതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് രാഹുൽ ഗാന്ധി ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നു. അവിടെ ഒരു വലിയ തരംഗം തന്നെ ഉണ്ടാകുന്നു. അത് വയനാട്ടിൽ മാത്രം ഉണ്ടായൊരു തരംഗമല്ല, അത് കേരളത്തിൽ എമ്പാടും ഉണ്ടായൊരു തരംഗമാണ്. ഏതാണ്ട് 4,31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏകപക്ഷീയമായി വിജയിക്കുന്നു. 41% രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കേവലം 25% വോട്ട് മാത്രം സമാഹരിക്കാനാണ് അന്ന് PP സുനീറിന് കഴിഞ്ഞത്. നോക്കൂ, ഇനി നമ്മൾ BJPയുടെ കാര്യമാണല്ലോ പരിശോധിക്കേണ്ടത്. BJPയുടെ കാര്യം പരിശോധിക്കുമ്പോഴത്തേക്കും 2009 അവിടെ 4% വോട്ടേ ഉള്ളൂ BJPക്ക്. വാസുദേവൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് മത്സരിച്ചത്. അതിനുശേഷം പിന്നെ രണ്ടാമത് 2014 വരുമ്പോഴത്തേക്കും 8%, 8.83% റസ്മിൽനാഥ് അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം നേരെ ഇരട്ടിയായിട്ട് ആ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ 2019 സ്ഥിതി എന്താ? BDJS അവിടെ മത്സരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. 7% വോട്ടാണ് അവിടെ ഉള്ളത്. അപ്പം BJP അവിടെ ആദ്യഘട്ടത്തിലൊരു വളർച്ച കാണിച്ചെങ്കിലും പിന്നീട് തളർച്ചയാണ് കാണിച്ചത്. പക്ഷേ നമുക്ക് പറയാം BJPയുടെ സ്ഥാനാർത്ഥിയല്ല മത്സരിച്ചതെന്ന് പറയാം. പക്ഷേ 2021 സ്ഥിതി എന്താ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളെയും കണക്ക് ഞാൻ പരിശോധിക്കുമ്പോഴത്തേക്ക് 6.6% BJPക്ക് അവിടെ വോട്ട് കിട്ടിയിട്ടുള്ളത് 7 മണ്ഡലങ്ങളിലുമായിട്ട്. അപ്പം 2009, 2014, 2019, 2021 ഈ സമയം എടുക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 6.5-7% വോട്ടിനകത്താണ് എപ്പോഴും BJP പെർഫോം ചെയ്തിരിക്കുന്നത് കാണാം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടെ കിട്ടിയത് 72,000 വോട്ടാണ്. അത്രയും തന്നെ വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ചത്. പക്ഷേ അതിനു മുമ്പ് റസ്മിൽനാഥ് മത്സരിക്കുമ്പോൾ 2014 80,000 വോട്ട് പിടിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കതൊരു ബേസായിട്ട് എടുക്കാം. ഒരു 8-9% വോട്ട് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അത് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സുരേന്ദ്രൻ അവിടെ നേരിടുന്നൊരു ഒരു പരീക്ഷണവും ഒരു വെല്ലുവിളിയും എന്ന് പറയുന്നത്. നിശ്ചയമായും ആ ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവം എടുക്കുമ്പോൾ 41% മുസ്ലിങ്ങളുള്ളൊരു മണ്ഡലമാണത്. അത് മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടുത്തെ ന്യൂനപക്ഷം, പ്രമുഖമായ മറ്റൊരു ന്യൂനപക്ഷം കൂടിയുണ്ട്. അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. 13% 54% വോട്ടെന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടാണ്. ആ ന്യൂനപക്ഷ വോട്ടിൽ ഇപ്പം താമരശ്ശേരി രൂപതയ്ക്കാണെങ്കിലും മാനന്തവാടി രൂപതയ്ക്കാണെങ്കിലും ഒക്കെ വലിയ സ്വാധീനം വോട്ടർമാർക്കിടയിലുണ്ട്. മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക്, ഈ 2 വോട്ട് ബാങ്കിലും ഒരു വിള്ളലും വീഴ്ത്താൻ യാതൊരു സാധ്യതയും BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇല്ല. പിന്നെയുള്ളത് 45% ഹിന്ദു വോട്ടാണ്. ആ ഹിന്ദു വോട്ടിൽ തന്നെ ഞാൻ പറയാം, ഈ 2 മണ്ഡലങ്ങൾ വയനാട്ടിൽ സംവരണ മണ്ഡലങ്ങളാണ്, ഈ പറയുന്ന മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. അപ്പോൾ അവിടെ 16% SC/ST വിഭാഗമുണ്ട്. അതൊരു നിശ്ചയമായ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. ഇപ്രാവശ്യം BJP വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നൊരു വോട്ട് ബാങ്കായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. 45% ഹിന്ദു വോട്ടെന്ന് പറയുന്നത് 3ആയിട്ടാണല്ലോ പിരിഞ്ഞു പോവുക. അതൊരിക്കലും എൻ ബ്ലോക്കായിട്ട് BJPക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ഈ SC/ST വോട്ട് പിടിക്കണം. അതായത് ഞാൻ പറയുന്നത് ശതമാനം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതായിരിക്കും സുരേന്ദ്രൻ അവിടെ ലക്ഷ്യം വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ടാസ്ക് കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, 2019 അമേഠിയിൽ സ്മൃതി ഇറാനി ഇറക്കുന്നു BJP. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന അമേഠിയിൽ മാത്രമായിരുന്നു ലക്ഷ്യമായിട്ട് യഥാർത്ഥത്തിൽ BJP വെച്ചിരുന്നത്. വയനാട് അത്ര വലിയ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ BDJS ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരില്ല. ഇപ്രാവശ്യം K സുരേന്ദ്രനെ അവിടെ ഇറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു കമ്പാരിസൺ പറയാം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ വാരണാസിയിൽ മോഡിക്കെതിരായിട്ട് മത്സരിക്കുന്നത് ആരാ? അവിടുത്തെ UPCCയുടെ അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് ആണ്. അജയ് റായ് അവിടെ ഒരു വലിയ പെർഫോമറായിരുന്നു. ആദ്യം അജയ് റായ് ആരംഭിക്കുന്നത് 1996 BJPയിൽ നിന്നാണ് അജയ് റായ് തുടങ്ങുന്നത്. 5 നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ള ആളാണ് അജയ് റായ്. അതിൽ 3 തവണയും വിജയിച്ചിട്ടുള്ളത് BJP ടിക്കറ്റിൽ നിന്നാണ്. 2012 അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഒരു തവണ സമാജ്വാദി പാർട്ടിയിലേക്കും പോയി. 2012 മുതൽ BJPയിൽ കോൺഗ്രസിൽ നിൽക്കുന്ന അജയ് റായ് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ 2014 2019 നരേന്ദ്രമോദിയെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അജയ് റായിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് 2014 7.34% അജയ് റായിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. വാരണാസിയിൽ മോഡിക്കെതിരായിട്ട് 72,000 വോട്ട്. പക്ഷേ 2019 അജയ് റായി 14.38% തൻ്റെ വോട്ട് ശതമാനം ഉയർത്തി. UPCC ചീഫ് അതായത് നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല 1,52,000 വോട്ട് അവിടെ നേടുകയും ചെയ്തു. ഇവിടെ അതേപോലെ ഒരു സിറ്റുവേഷനാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. വാരണാസിയിൽ UPCCയുടെ അധ്യക്ഷനാണ് മോഡിയെ എതിർക്കുന്നത് എങ്കിൽ
ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് BJP സംസ്ഥാന അധ്യക്ഷനെയാണ് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു 8.83% 2014 BJP നേടിയ വോട്ടെങ്കിൽ അതിനെ 16-17% ഉയർത്തുക എന്നുള്ളതാണ്. അതൊരു ചെറിയ ടാസ്ക് അല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലും വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ പൊളിറ്റിക്കൽ നേച്ചറിലും അതേപോലെ തന്നെ അവിടുത്തെ കാസ്റ്റ് ഇക്വേഷനിൽ വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നില്ല സുരേന്ദ്രൻ ആ അത്ഭുതം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എന്നാൽ നിശ്ചയമായും സുരേന്ദ്രൻ വരുന്നത് വഴി BJPയുടെ വോട്ട് ഷെയർ അവിടെ വർദ്ധിക്കും. അത് ഒരു 4-5% ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 12-13% വരെ വോട്ട് സുരേന്ദ്രൻ അവിടെ ആർജിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. സുരേന്ദ്രൻ വന്നതോടുകൂടി വയനാട്ടിലെ മത്സരം കടുത്തെന്നോ രൂക്ഷമായെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ സ്വാഭാവികമായും ആ മണ്ഡലം ജനശ്രദ്ധ നേടുന്നൊരു മണ്ഡലമായിരിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നതുകൊണ്ട് കൂടുതൽ ജനശ്രദ്ധ നേടുമെന്നതിനപ്പുറം അത് വലിയ അടിയൊഴുക്കുകളൊന്നും വയനാട് മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, നേരിയ ഒരു ശതമാനം വർധന മാത്രമാണ് സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നികേഷ് സാർ എന്ത് തോന്നുന്നു? അത്ഭുതം കാണിക്കുമോ? നമുക്കിത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കൂടുതൽ വിപുലീകരിക്കാനൊന്നുമില്ല. സുരേന്ദ്രനിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു നീക്കം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കൊരു വാക്ക് ഓവർ കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. രാഹുൽ ഗാന്ധി വെറുതെ ജയിച്ചു പോകേണ്ടതില്ല എന്ന് BJP തീരുമാനിക്കുന്നു. അതിന് സുരേന്ദ്രനാണ് ലഭ്യമായിട്ടുള്ള BJPയുടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എന്ന് വെച്ചാൽ ബാക്കിയുള്ള BJP നേതാക്കളൊക്കെ മത്സരരംഗത്തായിപ്പോയല്ലോ. ലഭ്യമായിട്ടുള്ള BJPയുടെ ഏക സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJPയിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ എവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് വോട്ടുകൾ എക്സ്ട്രാ നേടാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് BJP കരുതിയിട്ടുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ളത്, പിന്നീട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു കഴിവൊന്നും സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് ഇപ്പോഴില്ല. സുരേന്ദ്രൻ യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ആ കാലഘട്ടത്തിൽ UDFൻ്റെ ഭരണകാലമാണല്ലോ, DYFIയോളം സമര തീവ്രത സുരേന്ദ്രന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ആ നിലയിൽ അങ്ങനെയാണ് സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സാധാരണഗതിയിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നേരെ പോയി BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആവുക. സുരേന്ദ്രൻ നേരെ ജനറൽ സെക്രട്ടറിയായി. സുരേന്ദ്രന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നു. പിന്നീട് സുരേന്ദ്രൻ്റെ വളർച്ച അതിവേഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് 2 മണ്ഡലങ്ങൾ സുരേന്ദ്രൻ മത്സരിച്ച് വലിയ രീതിയിൽ BJPക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി. ഒന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാവുന്നതുപോലെ KG മാരാറിൻ്റെ കാലഘട്ടം മുതൽ വലിയ നിലയിൽ BJPക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. KG മാരാർ പോലും ചില്ലറ വോട്ടുകൾക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2000 വോട്ടുകൾക്കാണ് KG മാരാർ ആ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ KG മാരാറിലൂടെ മഞ്ചേശ്വരം കൈവരിച്ചിട്ടുള്ള നേട്ടത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു 57 വോട്ടിൻ്റെ മാത്രം മാർജിനിൽ സുരേന്ദ്രൻ പരാജയപ്പെടുകയാണ്. പിന്നീട് ഈ കോന്നി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് കൂടുതൽ വോട്ടുകൾ മെച്ചപ്പെടുത്താൻ സുരേന്ദ്രന് സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് കാസർഗോഡും പത്തനംതിട്ടയിലും ഒരേ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും 2 പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. എങ്കിൽ പോലും ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സുരേന്ദ്രന് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പലിശ എടുത്താൽ മതിയായിരുന്നു സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അങ്ങനെ ഒരു വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ സുരേന്ദ്രനായി കാത്തു നിൽക്കുന്നു എന്നുള്ള നില അവസ്ഥയൊന്നും അവിടെയില്ല. ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ലോക്സഭാ മണ്ഡലം ആയിരിക്കും ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും സംഘടനാപരമായി ദൗർബല്യമുള്ള ഒരു മണ്ഡലം. ആ സംഘടനാപരമായ ദൗർബല്യം സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വരവോടുകൂടി സംഘടനാപരമായിട്ടുള്ളൊരു കേന്ദ്രീകരണം അവിടെ ഉണ്ടാക്കുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ BJPയുടെ കൊടി കൂടി പറന്നു നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ BJP ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ തവണ നേരത്തെ വ്യത്യസ്തമായിരുന്നു. ആദ്യം അമേഠിയിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ പരാജയ സാധ്യത, കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടി
നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. പിന്നീട് 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ സ്മൃതി ഇറാനി ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. 2019 ഒരു പ്രധാന പ്രതിയോഗിയാണ് എന്ന് കണ്ട് ചിലപ്പോൾ പരാജയ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവസാന നിമിഷം വയനാട് തീരുമാനിക്കുന്നത്. വയനാട്ടിലൊരു സ്ട്രാറ്റജിയും BJPക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ BDJSന് സീറ്റ് കൊടുത്തു പോയിരുന്നു. BDJS നേരത്തെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആ സീറ്റ് നൽകുന്നു. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിക്കും ഈ പറഞ്ഞ പോലെ വലിയ നിലയിൽ വോട്ട് ഉയർത്താനോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ സാധിച്ചില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, ഒരു സ്റ്റോണും അൺടേൺഡായി വിടാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദൗർബല്യമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ വെറുതെ നിസ്സാരമായി ഇത്ര 4.5 ലക്ഷം വോട്ടിന് ജയിക്കാൻ വിടുക എന്ന് പറയുന്നത് BJP ഇന്ന് ചെയ്തുകൂടാത്ത കാര്യമാണ്. അത് BJPയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായി BJP സ്വാഭാവികമായി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതുകൊണ്ട് സുരേന്ദ്രനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം നേരത്തെ കഴിഞ്ഞ തവണ അമേഠിയിൽ ആദ്യം സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്തവണ ആദ്യം വയനാട് പ്രഖ്യാപിക്കുകയും അമേഠിയെ വെക്കുകയും അമേഠിയെ അവസാന ഘട്ടത്തിലേക്ക് വെക്കുകയും ചെയ്തതിൽ ഞാൻ വിചാരിക്കുന്നത് അമേഠിയിൽ മത്സരിക്കാതിരിക്കാനുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല. അവസാന ഘട്ടത്തിൽ BJP സകല തന്ത്രങ്ങളും പുറത്തെടുക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത്, അത് അമേഠി അല്ലെങ്കിൽ റായ്ബറേലി, ഈ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടുകൂടി സുരേന്ദ്രൻ കൂടി ഇപ്പോൾ വയനാട്ടിൽ വരികയും ആ മത്സരം കുറച്ചുകൂടി ഒന്ന് ചൂട് പിടിക്കുകയും ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകില്ല. നമ്പർ 1 പൊസിഷനിൽ രാഹുൽ ഗാന്ധിയുണ്ട്, നമ്പർ 2 പൊസിഷനിൽ ആനി രാജയുണ്ട്, നമ്പർ 3 പൊസിഷനിൽ തന്നെയാണ് കെ സുരേന്ദ്രനും വരിക എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അതിലേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനുള്ള ശക്തി ഏതായാലും BJPക്ക് ആ മണ്ഡലത്തിലില്ല, കെ സുരേന്ദ്രന് ആ മണ്ഡലത്തിലില്ല. സ്മൃതി മാഡം എന്ത് തോന്നുന്നു? ഈ പെർമനന്റ് വിസ പ്രയോഗം എന്നുള്ളത് CAA ആശയത്തിന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചാരണത്തിലെത്തുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു കുറുക്കിക്കൊള്ളുന്ന പ്രയോഗം എന്ന രൂപത്തിലൊക്കെയാണ് സുരേന്ദ്രൻ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ലാൻഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ രാഹുൽ എന്ത് വേവ് ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പോൾ പറയാനായിട്ടില്ല. 2019 സാഹചര്യം, അതിനു മുമ്പ് വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ കൃത്യം വർഷങ്ങളുടെ കണക്ക് അടക്കം ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ മറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമില്ല. 7% വോട്ടാണ് കഴിഞ്ഞ തവണ BDJSന് കിട്ടിയത്. ഇത്തവണ BJP തന്നെ മത്സരിക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാരണസിക്ക് പകരം ഇവിടെ രാഹുലിന് എതിരാളിയായി ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനെ നിർത്തുന്നു. ആ രൂപത്തിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ആ രൂപത്തിൽ അത് ചർച്ച ചെയ്യുന്നു. സുരേന്ദ്രന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം, പ്രതികരണം ഒക്കെ നേരത്തെ 2019 നടത്തിയിട്ടുള്ളതാണ്. ലീഗിന്റെ കൊടി കാണിച്ച് അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറയുക, അത് അമിത്ഷായാണ് ആ പ്രചാരണം നടത്തിയത്. ഉത്തരേന്ത്യയിൽ നല്ല രൂപത്തിൽ അത് പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയുടെ ലീഗിനെ മാത്രമേ അവിടെ അറിയുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ അത് അവിടെ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ഇത്തവണയും കാണാം. ഈ പെർമനന്റ് വിസ പ്രയോഗമൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് തുഷാറിനേക്കാൾ അല്പം കൂടി വോട്ട് കിട്ടിയേക്കാം. ഇപ്പോൾ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ നേടിയതുപോലെ 2 ലക്ഷത്തിലപ്പുറമുള്ള വോട്ടൊന്നും എന്തായാലും വയനാട്ടിൽ ലഭിക്കാൻ സാധ്യതയില്ല. ഉള്ളത് BJPക്ക് അവിടെ ഒരു 80,000 വോട്ടുണ്ട്. അതൊരു 1 ലക്ഷമാകാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി എത്തിയ ശേഷം ഇപ്പൊ കഴിഞ്ഞ 2019 പ്രവാസികളായിരുന്നവർ പോലും വോട്ട് ചെയ്യാനായി ഇങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നറിയേണ്ടത് രാഹുൽ മത്സരിക്കുന്ന ഏക മണ്ഡലമാണോ ഈ വയനാട് എന്ന രൂപത്തിൽ ഒരു തീരുമാനം പറയേണ്ടതുണ്ട്. അതൊക്കെ വരാൻ ഇനിയും സമയമുണ്ട്. നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ അമേഠി ഒരുപക്ഷെ അവസാനം പ്രഖ്യാപിക്കാൻ വെച്ചതാണോ നമുക്കറിയില്ല. അമേഠിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ അറിവ്. അങ്ങനെയെങ്കിൽ മത്സരിക്കുന്ന ഏക സ്ഥലമാണെങ്കിൽ ആ രൂപത്തിൽ ഇവിടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാകും. രാഹുലിന് 4 ലക്ഷമെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷമില്ലെങ്കിലും വലിയ രീതിയിൽ താഴേക്ക് പോകാനും സാധ്യതയില്ല. ഏതായാലും BJPക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ വയനാട്ടിൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രയോഗങ്ങളൊക്കെ വലിയ വാർത്തയാകും. രാഷ്ട്രീയ ഭാവി സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, അദ്ദേഹത്തിന്റെ കുറച്ചു മാസം കൂടി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഈ അധ്യക്ഷ സ്ഥാനം അതിൽ നിന്ന് അദ്ദേഹം മാറും. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചേക്കാം, ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായേക്കാം. അതൊക്കെയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള കാര്യം. ഏതായാലും വയനാട്ടിൽ ഒരു വിജയമെന്നുള്ളതല്ല, വയനാട്ടിൽ 3ാം സ്ഥാനത്തിനപ്പുറം പോകാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും ഒന്നും എന്തായാലും സുരേന്ദ്രന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും കെ സുരേന്ദ്രനെ വിളിക്കാറുള്ളത് ബഡാ ഫൈറ്റർ എന്നാണ്.
അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഉയർത്തിയ വോട്ടിന്റെ കണക്ക് അതിന്റെ ഒരു തെളിവായി മുന്നിലുമുണ്ട്. എവിടെ മത്സരിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവിടെ വോട്ട് വിഹിതം ഉയർത്തുക എന്നുള്ളത് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ഒരു പതിവായി മാറിയിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലേക്ക് നിയോഗിക്കുന്നതും ആ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്താനാണ്. പിന്നെ അടച്ച് ആക്ഷേപിക്കുന്ന ആ ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വയനാടുമായി ബന്ധമില്ലാത്തയാളോ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ഇത് നടാടെ വന്നിറങ്ങുന്ന ആളോ അല്ല കെ സുരേന്ദ്രൻ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം യുവമോർച്ച പ്രസിഡന്റായിട്ട് വയനാട്ടിൽ നിന്നാണ്, ജില്ലാ പ്രസിഡന്റായി വയനാട്ടിൽ നിന്നാണ് ആ ഒരു സംഘടനാ ചുമതലകളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് സുരേന്ദ്രൻ എത്തുന്നത് വയനാട്ടിൽ നിന്നാണ്. 10 വർഷത്തോളം വയനാട്ടിൽ താമസിച്ചിട്ടുമുണ്ട് സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധി എത്ര കാലം വയനാട് MP ആയി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര കാലം എത്ര തവണ അവിടെ വന്നുപോയി എന്നുള്ളത് വയനാട്ടുകാർക്കറിയാം. നമ്മൾക്ക് അത്ര കൃത്യമായി കണക്കറിയില്ലെങ്കിലും എത്ര സമയമുണ്ടായിരുന്നു. താങ്ക്സ് ഗിവിങ്ങിനായി 2019 ജൂണിൽ വന്ന 3 ദിവസം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും ഈ 5 വർഷത്തിനിടയിൽ തികച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അമേഠിയിൽ 2019 സംഭവിച്ചത് വയനാട്ടിൽ ആവർത്തിക്കും എന്ന് പറയാനുള്ള ഒരു ഘട്ടമൊന്നും ആയിട്ടില്ല. കാരണം 2014 സ്മൃതി ഇറാനി തോറ്റിട്ടാണ് 2019 ജയിച്ചത്. 5 വർഷത്തെ കൃത്യമായ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. സമാനമായ ഒരു ദൗത്യമാണോ കെ സുരേന്ദ്രനെ ഇപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെ ഇറങ്ങണം, വയനാടെന്നല്ല ഒരു മണ്ഡലവും അപ്രധാനമല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുരേന്ദ്രനെ അവിടെ മത്സരിക്കാനായി നിയോഗിച്ചത്. നേരത്തെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല, PK കൃഷ്ണദാസ് മത്സരിക്കുന്നില്ല, രണ്ടുപേരും തെരഞ്ഞെടുപ്പ് ഏകോപനമായിരിക്കും ഇത്തവണ നടത്തുക എന്ന്. പക്ഷേ അതിൽ നിന്ന് വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വരണം എന്ന തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ JP നദ്ദയും അമിത്ഷായും തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയെങ്കിൽ അത് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും. പ്രധാനമായും ഉയർത്താൻ പോകുന്ന കാര്യം ഇന്ത്യ മുന്നണിയിലെ ദേശീയ മുഖങ്ങൾ പരസ്പരം മത്സരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു സൗഹൃദ മത്സരമാണല്ലോ വയനാട്ടിൽ നടക്കുന്നത്, ആനി രാജ വേഴ്സസ് രാഹുൽ ഗാന്ധി. അപ്പോൾ മറുഭാഗത്ത് ആര് വന്നാലും ഇന്ത്യ മുന്നണിയുടെ ഒരു സൗഹൃദ മത്സരത്തിൽ അവർ രാഹുൽ ഗാന്ധി ജയിക്കുന്നു പോകുന്നു. അങ്ങനെയല്ല, എതിർ സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെങ്കിൽ NDAക്ക് ശക്തമായ ഒരു മുഖം വേണം. ആ ശക്തമായ മുഖം എന്ന നിലയിലാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. 5 വർഷം ഒരു മണ്ഡലത്തിൽ ഇരിക്കുന്നയാളെ സാധാരണഗതി നമ്മൾ സിറ്റിംഗ് MP എന്നാണ് പറയുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി വിസിറ്റിംഗ് MP ആയിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ സിറ്റിംഗ് MP അല്ല, വിസിറ്റിംഗ് MP ആണ്. അതുകൊണ്ടാണ് ഈ പെർമനന്റ് വിസ പ്രയോഗം കെ സുരേന്ദ്രൻ നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സ്ഥലത്ത് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ഉണ്ടാകണം. പാർലമെന്റിൽ ചെലവഴിക്കുന്ന സമയത്തിനപ്പുറം ബാക്കിയുള്ള സമയങ്ങളിൽ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ, മണ്ഡലത്തിലേക്ക് വരാൻ ഒക്കെ ആ MP തയ്യാറാകേണ്ടതാണ്. കാരണം വന്യജീവി പ്രശ്നം അത്രയും രൂക്ഷമായപ്പോഴും എവിടെയാണ് നിങ്ങളുടെ MP എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വയനാട്ടുകാർക്കില്ല. അല്ലെങ്കിൽ വയനാട്ടുകാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാൻ നേരത്തെ 2ാം പ്രളയം ഉണ്ടായപ്പോഴാണ്, MP ആയതിനു ശേഷം ഉണ്ടായതാണ് 2ാം പ്രളയം, അതടക്കമുള്ള സമയങ്ങളിലൊക്കെ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? ഇനിയിപ്പോൾ ആനി രാജയോ കെ സുരേന്ദ്രനോ വിജയിക്കുകയാണെങ്കിൽ അവരെന്തായാലും വിസിറ്റിംഗ് MP ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ സിറ്റിംഗ് MP മാരായിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും വിജയിച്ചാലും ഇതുപോലെ ഒരു വിസിറ്റിംഗ് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ച ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 20% ആദിവാസി അതുപോലെ തന്നെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആകെ വയനാട്ടിൽ ഉള്ളത്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അവരിൽ എത്ര പേർ വോട്ട് ചെയ്യാനായി എത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വയനാട്ടിലെ പാവങ്ങളെല്ലാം കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്തതാണ്. അതിൽ ഇടതുപക്ഷക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷം തന്നെ സമ്മതിച്ച കാര്യമാണ്. അതായത് മുഴുവൻ വോട്ടുകളൊന്നും PP സുനീറിലേക്ക് പോയില്ല. പക്ഷേ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല. ആനി രാജയ്ക്ക് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അവിടെ വീഴും. ആദിവാസി വിഭാഗങ്ങളിൽ കൃത്യമായ സ്വാധീനമുണ്ട് കെ സുരേന്ദ്രന്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിസാർ പറഞ്ഞതുപോലെ മൈന്യൂട്ട് ഡിഫറൻസ് ഒന്നും ആയിരിക്കില്ല, നല്ല രീതിയിൽ വോട്ട് ഉയർത്താൻ കെ സുരേന്ദ്രൻ അവിടെ കഴിയുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു യാഥാർത്ഥ്യം അവിടെയുള്ളത് BJPയുടെ സംഘടനാ ശേഷി അല്ലെങ്കിൽ വോട്ട് ബലം. അത് 20 മണ്ഡലങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഇതിനേക്കാൾ കുറവ് തന്നെയാണ് വയനാട്ടിൽ, അതൊരു വസ്തുതയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തന്നെ തളച്ചിടാൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം 543 മണ്ഡലങ്ങളിലേക്കും ഇന്ത്യ മുന്നണിയുടെ ആളായി ഇറങ്ങേണ്ട രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തളച്ചിടാൻ, വയനാട്ടിൽ കൂടുതൽ സമയം ചെലവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഒരുപാട് താഴേക്ക് പോകും എന്ന ഒരു രീതി വരുമ്പോൾ അവിടെ രാഹുലിനെ തളച്ചിടാൻ കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. NDAയുടെ പെർഫോമൻസിനെ കുറിച്ച് ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചു. 2009 31,687 വോട്ടുകൾ, 2014 80,752, തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച 2019 78,809. ഇതിന്റെ ഇരട്ടിയിലേക്ക് നിശ്ചയമായും കെ സുരേന്ദ്രൻ പോകേണ്ടതാണ്. കാരണം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലുള്ളവർക്ക് അറിയാമോ എന്നുള്ളതും
എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് BJP അല്ലെങ്കിൽ NDA അവിടെ ഇറക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മിക്കവാറും നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസം വരാനേ ഒരു സാധ്യത ഞാനിപ്പോൾ കാണുന്നുള്ളൂ. നോമിനേഷൻ ഡേയിൽ വന്ന് ആ പത്രിക കൊടുക്കുന്നു, പോകുന്നു. വിസിറ്റിംഗ് MP ആണല്ലോ ഓൾറെഡി. അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. LDF സ്ഥാനാർത്ഥി രണ്ട് റൗണ്ട് ഇപ്പോൾ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് അവർ വളരെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചു, ലോക്സഭയിലേക്കുള്ള മത്സരം, നിയമസഭയിലേക്കുള്ള മത്സരം, എല്ലായിടത്തും മത്സരിച്ചിടത്തൊക്കെ കൃത്യമായി വോട്ട് ഉയർത്താൻ അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനാ ബലം അനുസരിച്ചുള്ള വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിപ്പിക്കാൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റ് നേതാക്കളിൽ നിന്നും കെ സുരേന്ദ്രൻ വ്യത്യസ്തനായി നിൽക്കുന്നതും. ഇപ്പോൾ പാർട്ടി നിർദ്ദേശം അനുസരിക്കുകയാണ്. മത്സരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കെ സുരേന്ദ്രൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞതായി കേട്ടത്. അപ്പോൾ നല്ല മത്സരം എല്ലാ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കണമെന്നുള്ള പാർട്ടി നിർദ്ദേശത്തിന്റെ ഭാഗമായി വയനാട്ടിൽ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്, തെലങ്കാനയിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു മാസക്കാലം കെ സുരേന്ദ്രൻ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ 20 മണ്ഡലങ്ങളിലും ഓടിയെത്തണം. ഒപ്പം താൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും വേണം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ് ഷെഡ്യൂളിലേക്ക് കെ സുരേന്ദ്രൻ എന്ന നേതാവ് നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെതായ ഏതെങ്കിലും പദ്ധതികൾ, MP ലാഡ്സിനപ്പുറം ഏതെങ്കിലും പദ്ധതികൾ അവിടെ കൊണ്ടുവന്നോ? ഏതെങ്കിലും വയനാടിൻ്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് വന്യജീവി പ്രശ്നമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹം ഇടപെട്ടത്? കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച് വയനാട്ടുകാർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വളരെ സക്രിയമായി കൊണ്ടുവരാൻ കഴിയും. ആനി രാജയും സമാനമായ രീതിയിൽ ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷമൊക്കെ നേടി വിജയശ്രീലാളിതനായി വരും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയരും എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്. അല്ലാതെ ഒന്നും അവിടെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വയനാട്ടുകാർക്ക് വേണ്ടത് 2019 ആകെ പോൾ ചെയ്തതിന്റെ 64.8% വോട്ട് കൊടുത്തതാണ് അവർ രാഹുൽ ഗാന്ധിക്ക്. അങ്ങനെ കൊടുത്ത രാഹുൽ ഗാന്ധി എന്താണ് അവിടെ ചെയ്തത്? ആ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ വയനാടിനെ കുറിച്ച് ഇട്ടിരിക്കുന്നത് ഹോം ടു ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ കേരള. ആ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്ന MP എന്താണ് ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തത്? അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ചോദ്യം സിമ്പിളാണ്. അതിനുള്ള ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന MP ആണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് യാത്രയയപ്പും മോദിക്ക് വരവേൽപ്പും നൽകാൻ വയനാട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് കെ സുരേന്ദ്രൻ അല്പസമയം മുൻപ് ഒരു അഭിമുഖത്തിന്റെ തുടക്കത്തിൽ ആമുഖമായി പറയുന്നത് കേട്ടത്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് അത് ജൂൺ 4 വോട്ടെണ്ണുമ്പോഴേ അറിയാൻ കഴിയൂ. പക്ഷേ വോട്ട് ഉയർത്തുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു ബെഡാ ഫൈറ്ററായി ഇതിനകം പല മണ്ഡലങ്ങളിലും നിർത്തിയപ്പോഴൊക്കെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളെന്ന നിലയിൽ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല, നിങ്ങളൊക്കെ ചെയ്തതുപോലെ. നോക്കൂ, ഒന്ന് സുജിയ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തളച്ചിടാനൊന്നുള്ള കരുത്ത് അവിടെ BJPക്കും ഇല്ല, കെ സുരേന്ദ്രനും ഇല്ല. ഇല്ലാത്ത കരുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സാധ്യമായ മണ്ഡലങ്ങളുണ്ട് BJPക്ക്. ഒരുപക്ഷെ തൃശ്ശൂർ ഇപ്പോൾ ആ നിലയിലാണ്, പത്തനംതിട്ട ഒരു പരിധിവരെ ആയിരുന്നു, കാസർഗോഡ് ഒരു പരിധിവരെ ആയിരുന്നു, തിരുവനന്തപുരം ആണ്. അപ്പോൾ തളച്ചിടാനുള്ള കരുത്തൊക്കെ BJP ചിലയിടങ്ങളിലുണ്ട്. പക്ഷേ വയനാട് അല്ല. കാരണം വയനാട് BJP തന്നെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് D ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലാണ്. അപ്പോൾ D ക്ലാസ് മണ്ഡലം, വടകര പോലുള്ള ഒരു D ക്ലാസ് മണ്ഡലം മാത്രമാണ് വയനാട്. അവിടെ കെ സുരേന്ദ്രനെ അയച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കൊരു വാക്ക് ഓവർ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല, നോക്കൂ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാരണസി നരേന്ദ്രമോദി മത്സരിക്കുന്നു, ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നു, ഒരു ദേശീയ പാർട്ടിക്ക് സമാജ്വാദി പാർട്ടി കൊടുക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയോട് സമാജ്വാദി പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ദേശീയ നേതാവ് തന്നെ അവിടെ മത്സരിക്കണം എന്നാണ്. പക്ഷേ കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത് അവിടുത്തെ PCC അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് മത്സരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു ദേശീയ നേതാവ് വരുന്നതിനേക്കാൾ ഗുണം ചെയ്യുക അജയ് റായിയെ പോലെ താഴ്ത്തട്ടിൽ ബന്ധങ്ങളുള്ള ഒരു നേതാവ് മത്സരിക്കുക എന്നതിന് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അസംബ്ലി മെമ്പറായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു പ്രാദേശികമായി സാധ്യതയുള്ള ആളെന്നുള്ളത് കഴിഞ്ഞ തവണ SP ആണ് 2ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും അജയ് റായ് നിർണായക വോട്ട് പിടിച്ചിട്ടുണ്ട് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി എങ്കിൽ സമാനമായ സ്ട്രാറ്റജി ഇപ്പോൾ വയനാട്ടിലും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്ക്, ഇവിടെ എന്തുകൊണ്ട് D ക്ലാസ് മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ കെ സുരേന്ദ്രൻ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്.
ഇവിടെ ബി ജെ പിയോട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പത്തനംതിട്ടയായിരുന്നു കെ സുരേന്ദ്രൻ ആഗ്രഹിച്ച മണ്ഡലം. ഞാനത് നേരിട്ട് ഫ്രം ദ ഹോഴ്സ് മൗത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചു സുരേന്ദ്രനോട്, കാസർഗോഡാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, കാസർഗോഡ് ഞാൻ മത്സരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നത്. ഇനി മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള ആഗ്രഹിച്ചിരുന്നു, ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു, പി സി ജോർജ് ആഗ്രഹിച്ചിരുന്നു, അവസാനം അനിൽ ആൻ്റണിക്കാണ് നറുക്ക് വീണത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പത്തനംതിട്ട ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഇപ്പോഴും ഫൈറ്റ് ചെയ്യാവുന്നൊരു ലോക്സഭാ മണ്ഡലമാണ്. അത് അനിൽ ആൻ്റണിയുടെ ആ മണ്ഡലത്തിൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ ബി ജെ പി വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കൂ, ഇവിടെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഞാൻ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. അതായത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ അധ്യക്ഷനായി നിൽക്കണമെങ്കിൽ സുരേന്ദ്രൻ 20% വോട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. സുരേന്ദ്രൻ്റെ തന്നെ പെർഫോമൻസ് വളർത്തണം. മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം അനിവാര്യമാണ്. നമുക്ക് 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 27 കർണാടകത്തിൽ നേടിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സൗത്ത് ഇന്ത്യയിൽ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിന്നത്, അല്ലേ? 27 അത് 27 മണ്ഡലം, ഒരു സീറ്റല്ലേ ഉള്ളൂ. ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ്റെ ഒരൊറ്റ സീറ്റല്ലേ അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 4 സീറ്റുകൾ പിന്നെ തെലങ്കാനയിൽ നിന്ന് കിട്ടി. 26 സുമലതയോട് ചേർത്താൽ 26 അല്ലെങ്കിൽ 25. കോൺഗ്രസിനൊരു സീറ്റ്, ജെ ഡി എസിനൊരു സീറ്റ്, പിന്നെ മാണ്ഡ്യയിൽ സുമലത, മൊത്തം 28. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞത് ആ ഒരു വലിയ സംഖ്യ അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് സൗത്ത് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നോക്കൂ, അത് ഇത്തവണ ബി ജെ പി എങ്ങനെയാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡൻ്റായത്? സുരേന്ദ്രൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വി മുരളീധരൻ്റെ ഗ്രൂപ്പാണ്. വി മുരളീധരനാണ് ബി എൽ സന്തോഷുമായിട്ട് ബന്ധമുള്ളത്. ബി ജെ പിയുടെ ഹൈറാർക്കിയിൽ നരേന്ദ്രമോദി, അമിത്ഷാ, അത് കഴിഞ്ഞതിന് ശേഷം ബി എൽ സന്തോഷ് ആയിരുന്നു. ഇപ്പോഴാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്, എനിക്ക് സംശയമുണ്ട്. കാരണം നോക്കൂ, കർണാടകത്തിലെ പോരിൽ യെദ്യൂരപ്പ ബി എൽ സന്തോഷിനെ മറികടന്നിരിക്കുന്നു. ഇത് സമീപകാലത്ത് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബി എൽ സന്തോഷിൻ്റെ സ്വാധീന ശക്തി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ കുറയുകയാണ് എങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തുടരുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി എൽ സന്തോഷിൻ്റെ രക്ഷകർത്തൃത്വമാണ്. നോക്കൂ, ഇപ്പോൾ കർണാടകത്തിൽ കാണുന്ന നമ്മളെ ഈശ്വരപ്പ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ നിരവധി ഉൾപ്പിരിവുകൾ കർണാടകത്തിലെ ബി ജെ പിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടെ യെദ്യൂരപ്പയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ അത് ബി എൽ സന്തോഷായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി എൽ സന്തോഷിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ദേശീയ നേതൃത്വത്തിൽ നഷ്ടമാവുകയാണ് എങ്കിൽ, വാർത്തയായത് ശരിയാണ് എങ്കിൽ, സ്വാഭാവികമായും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെർഫോമൻസ് ഇല്ലാതെ സംസ്ഥാന പ്രസിഡൻ്റായി തുടരാനാകില്ല. സുരേന്ദ്രന് മാത്രമല്ല, പിന്നെ വേറെയും ചില കരക്കമ്പികളുണ്ട്. സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ പഴയ തരത്തിൽ ഒരു ബന്ധം ഇപ്പോഴില്ല എന്നുള്ള കരക്കമ്പിയുണ്ട്. അത് രണ്ടും ശരിയാണ് എങ്കിൽ സ്വാഭാവികമായും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് 20% എത്തിക്കണം. 2 ലോക്സഭാ സീറ്റുകളിൽ ഇനി 2ാം സ്ഥാനം പോരാ, 1ാം സ്ഥാനം തന്നെ വേണം. 3 സുരേന്ദ്രൻ്റെ പെർഫോമൻസും മെച്ചപ്പെട്ടതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ബി എൽ സന്തോഷിനൊന്നും ആവശ്യമില്ല, സ്വന്തമായി നിലനിൽക്കാൻ കഴിയും. പക്ഷേ ഈ 3 പെർഫോമൻസ് ഇല്ല എങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? സുരേന്ദ്രനെ വയനാട് നിർത്തിയിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ എന്തോ പദവി നൽകാൻ വേണ്ടിയിട്ടാണെന്നാണ്. സുരേന്ദ്രൻ ഇന്ന് മലയാള മനോരമയിൽ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേരത്തെ കാലത്തെ തീരുമാനിക്കുന്ന പതിവൊന്നും ബി ജെ പിയിലില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രതീതി സൃഷ്ടിക്കലാണ്. എന്ന് വെച്ചാൽ സുരേന്ദ്രൻ വലിയ രീതിയിൽ ബി ജെ പിയിൽ ആരും ആകാൻ പോകുന്നു, അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം കൊടുത്ത അടുത്ത കേന്ദ്രമന്ത്രി സുരേന്ദ്രനാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കലാണ്. ഇതൊക്കെ വെറുതെയാണ്, വ്യാജമാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് അതില്ലെങ്കിൽ സുരേന്ദ്രൻ്റെ കാര്യം കട്ടപ്പോകയാണ്. അതിപ്പോൾ പെർഫോമൻസ് സുരേന്ദ്രന്റെ മാത്രമല്ല, ആനിരാജയും പെർഫോം ചെയ്തില്ലെങ്കിൽ സി പി ഐയുടെ കാര്യവും കട്ടപ്പുകയാണ്. അപ്പോൾ ആനിരാജ വെറും സ്ഥാനാർത്ഥിയല്ലേ? ആനിരാജ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ദേശീയ മുഖമാണ് സി പി ഐയുടെ. സ്വാഭാവികമായിട്ടും ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ഒട്ടും തന്നെ കുറച്ച് ഈ പാനലുള്ള ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അടച്ചാക്ഷേപിച്ചിട്ടില്ല, കാരണം അങ്ങനെ ഒരു പ്രയോഗം വന്നുകൊണ്ടാണ്. സുരേന്ദ്രനെ അടച്ചാക്ഷേപിക്കുന്ന പ്രശ്നമില്ല. കാരണം സുരേന്ദ്രൻ കാസർഗോഡ് പിന്നെ 86 വോട്ടുകൾക്ക് തോക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. 89 വോട്ടിന് തോക്കുന്ന കണ്ടിട്ടുള്ള ആളാണ്. നമ്മൾ ഒട്ടും നിസ്സാരക്കാരനല്ല.
2,93,000 പത്തനംതിട്ടയിൽ വോട്ട് ഉയർത്തിയ സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമേ എനിക്കില്ല, അല്ലെങ്കിൽ ഈ പാനലിൽ ആരും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പ്രശ്നം സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പൊളിറ്റിക്കൽ സ്വഭാവവും അവിടുത്തെ കാസ്റ്റ് ഇക്വേഷനുമാണ്. അവിടെയാണ് ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമ്മൾ വിലയിരുത്തുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് 8.83% ഏറ്റവും ഉയർന്ന വോട്ട് ശതമാനമായിട്ട് 2014 റസ്മിൽ നാഥ് മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിനെയാണ് ഞാനൊരു ബേസ് വോട്ടായിട്ട് കാണുന്നത്. 2019 അത് താഴെ പോയി, അത്ര വോട്ട് കിട്ടിയില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം BDJs മത്സരിച്ചുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ 2021 വന്നപ്പോൾ നിയമസഭ വേറൊരു സാഹചര്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. അവിടെ 6.6% ഈ പറയുന്ന വോട്ട് ചുരുങ്ങി. ഇത്രയും ഒരു റിസ്ക് ഫാക്ടറുള്ള ഒരു മണ്ഡലത്തിലേക്ക് സുരേന്ദ്രൻ ഇറങ്ങിച്ചെല്ലുന്നു. 1. 2, ഞാൻ നേരത്തെ ആ സമുദായ സമവാക്യം സൂചിപ്പിച്ചല്ലോ, ഒന്നുകൂടി പറയാം. 41% മുസ്ലിങ്ങൾ, 13% ക്രിസ്ത്യാനികൾ, 54% ന്യൂനപക്ഷ വോട്ടുകളുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു ഇൻറോഡും ആ വിഭാഗത്തിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ എന്തെങ്കിലും ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടുന്ന് ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ്, ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാമായിരുന്നു. 54% ഉണ്ടാക്കില്ല എന്ന് ഉണ്ണിസാറിന് എങ്ങനെയാണ് പറയാൻ ഇപ്പം ഞാൻ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ദിവസം ഓശാന ചിലത് കാണാത്തതാവും ആയിരിക്കാം, ചിലപ്പം ഉണ്ടല്ലോ, അതുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്ന ഈ ഓശാന ഞായറാഴ്ചയിലൊക്കെയുള്ള പ്രസംഗങ്ങൾ നോക്കൂ. ഈ റാഫേൽ തട്ടേലിൻ്റെ അടക്കമുള്ള പ്രസംഗങ്ങളിൽ വലിയ രീതിയിൽ പിന്നെ മതേതരത്വത്തെയും ഈ പറയുന്ന ജനാധിപത്യ ധ്വംസനങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഈ പ്രധാനപ്പെട്ട തിരുമേനിമാരെല്ലാം നടത്തിയിട്ടുള്ളത്. ഇനി താമരശ്ശേരിയും മാനന്തവാടി രൂപതകൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വന്യമൃഗ ശല്യത്തിൽ. അതിനോടൊപ്പം തന്നെ അവർ കേന്ദ്ര സർക്കാരിനെതിരെയും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കൊഴിഞ്ഞുപോക്ക് ആ വോട്ട് ബാങ്കിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 41% മുസ്ലിം വോട്ടിൽ ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടാവില്ല. അപ്പോൾ ഈ 54% വോട്ട് 41% എൻ ബ്ലോക്കായി UDF-ലേക്ക് അല്ല, യുഡിഎഫിലേക്ക് പോകില്ല. ഞാൻ പറയുന്നത് ഈ BJP എങ്ങനെയാണ് അതിൻ്റെ വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. മറ്റത് പിന്നെ ഈ നേരത്തെ സുജയ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഫ്രണ്ട്ലി മാച്ചാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, കേരളത്തിൽ അല്ല അവർ ഏറ്റുമുട്ടുന്നത്. ഇപ്പം ആനി രാജയുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രസംഗം ഒന്നെടുത്ത് നോക്കൂ. ആരെയാണ് ആനി രാജ അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്? ആനി രാജ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധിയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ ആനി രാജ നടത്തിയ പ്രസംഗത്തിൽ ആനി രാജ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി, താങ്കൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസിറ്റിംഗ് MP ആണെന്നും ഇവിടെ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് ജയിച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ഞാൻ ഉറപ്പ് ചെയ്യുന്നു, ഞാൻ ഇവിടെ തന്നെ, ഞാൻ നിങ്ങളുടെ മലയാളമല്ലേ സംസാരിക്കുന്നത്, നിങ്ങളോട് മലയാളമല്ലേ സംസാരിക്കുന്നത്, ഞാൻ തൊട്ടടുത്ത് ഈ ഇരിട്ടിക്കാരിയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ കടുത്ത വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ അവിടെ ഉയർത്തുന്നത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഫ്രണ്ട്ലി മാച്ച് നടത്തുന്നില്ല. പിന്നെ ഇവിടെ ആനി രാജ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുമ്പോൾ ഒരു എതിരാളിയെ അവിടെ ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചിട്ടാണ് സുരേന്ദ്രനെ ലാൻഡ് ചെയ്യിക്കുന്നത്. വിചാരിക്കേണ്ട, ആനി രാജ ഈസ് എ വെരി ബിഗ് ഫൈറ്റർ ദെയർ. ആനി രാജ വളരെ ഗംഭീരമായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം നടത്തുന്നത്. സുരേന്ദ്രൻ ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ BJPക്കെതിരായ ഒരു പ്രചാരണം ആനി രാജ നടത്തുന്നത് തന്നെയില്ല, കാരണം സീനിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പം BJPക്കെതിരായിട്ട് അവിടെ പ്രചാരണം നടക്കുമായിരിക്കും. അതുകൊണ്ടൊരു ഫ്രണ്ട്ലി മാച്ച് അവിടെ നടക്കുന്നില്ല. അത് കേരളത്തിൽ എവിടെയും നടക്കുന്നത്. അതിശക്തമായ മത്സരമാണ് കേരളത്തിൽ എല്ലായിടത്തും. CPM വേഴ്സസ് കോൺഗ്രസ് വേഴ്സസ് CPM ആണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഇനി ഒരു ത്രികോണ മത്സരമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ത്രികോണ മത്സരം ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളൊരു പൊട്ടനായി പോയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് പിന്നെ തിരുവനന്തപുരത്ത് വന്നു, തൃശ്ശൂരിൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, ആറ്റിങ്ങൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, പാലക്കാട് വലിയ രീതിയിൽ വോട്ട് ഉയർത്തി. ഇപ്പോൾ ത്രികോണ മത്സരം ഇല്ല. അതുകൊണ്ടല്ല, ഞാൻ പറയുന്നതുകൊണ്ടല്ല, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പിന്നെ അത് നികേഷ് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൂടിയും ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുക. ഈ സുരേന്ദ്രൻ വയനാട് വരുന്നത് വഴി ഇനിയിപ്പം രാഹുൽ ഗാന്ധിക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലൊരു ത്രെട്ട് അവിടെ വയനാട്ടിൽ അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഏപ്രിൽ 3-ാം തീയതി അദ്ദേഹം വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. 4-ാം തീയതി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെയും രാജ്യത്ത് എല്ലായിടത്തും പ്രചരണം നടത്തേണ്ട ആളായതുകൊണ്ട് അധിക ദിവസങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വോട്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വോട്ട് കൂടിയാട്ടോ. അതൊരു MP പെർഫോം ചെയ്യുന്നതിന് മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല. രാഹുൽ ഗാന്ധി ഒരു ആശയം കൂടിയാണ്. ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം. ഇനി എനിക്ക് വേണ്ട പറ്റില്ല, നമുക്ക് തുടരാം, വിഷയം തുടരാം ഇടവേളയ്ക്ക് ശേഷം. To meet the editors. കെ സുരേന്ദ്രൻ നടത്തിയ പെർമനന്റ് വിസ പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഇടവേള എടുത്തത്. ഉണ്ണിസാർ പറഞ്ഞു പൂർത്തിയാക്കാൻ വെച്ച ആ ചാട്ടുളി. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന ഒരു വിസിറ്റിംഗ് പിന്നെ MP ആണ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ ആ രീതിയിൽ മാത്രമല്ല അവിടുത്തെ വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാർ, ഇന്ത്യയിലെ വോട്ടർമാർ റേറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആശയത്തെ കൂടിയാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ ദേശീയ ദൗത്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഒരു ദേശീയ പാർട്ടിയുടെ നേതാവാണ്. നാളെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലുടനീളം ഈ പറയുന്ന ഭാരതീയ ജോഡോ യാത്രയും ന്യായ യാത്രയൊക്കെ നടത്തിക്കൊണ്ട് ആ പാർട്ടി റിജുവിനേറ്റ് ചെയ്തത്. ആ പാർട്ടി റിജുവിനേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് മറ്റു പാർട്ടികൾക്ക്, അതായത് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് കോൺഗ്രസിലൊരു പ്രതീക്ഷ ഉണ്ടാവുകയും അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സാധനം രൂപപ്പെട്ടു വരുന്നതിനുള്ളൊരു ബേസ് ഉണ്ടായത് തന്നെ ആ യാത്ര കൊണ്ടാണ്. അപ്പോൾ അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും വേണം. അക്കാര്യത്തിലൊന്നും എനിക്കൊരു യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ND അപ്പച്ചൻ, അവിടുത്തെ DCC പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു 300 കോടിയുടെ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഒരു MP എപ്പോഴും ആക്സസിബിൾ അല്ലാതിരിക്കുന്നു, കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ളത്. മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ മുഴുവൻ സമയവും കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ ഈ പറയുന്ന ജനപ്രതിനിധികൾ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രധാനവും പ്രാഥമികവുമായ ദൗത്യം അതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ കാണാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലായി ഈ കാര്യത്തെ മനസ്സിലാക്കും. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 80% ആളുകൾ ഇറങ്ങി വോട്ട് ചെയ്തിരിക്കുന്നു. ആ വോട്ട് ചെയ്തതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് തൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതായിരിക്കാം. ഇത്തവണ അങ്ങനൊരു വിചാരം ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഈ പറയുന്ന രാജ്യത്തെ ജനാധിപത്യം അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലൊരാളുടെ ഉറച്ച ശബ്ദവും നേതൃത്വവും രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നു, ജനാധിപത്യത്തിനായിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഉണ്ണിസാറേ, ഭാരത് ജോഡോ യാത്രയിലും ന്യായ യാത്രയിലും മാത്രം ആ ഉറച്ച ശബ്ദം കേട്ടാൽ പോലെ പാർലമെന്റിലെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 50%. സസ്പെൻഷനിലായ കാലയളവ് മാറ്റി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 2 വ്യൂ ഉണ്ട് അതിനകത്ത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾ പാർലമെന്റിലെ പ്രവർത്തനമാണോ അതോ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പണിയാണോ എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സെട്ടിൻ്റെയും അതുപോലെ ബനാത്ത് വാലയുടെയൊക്കെ കാര്യത്തിനകത്ത് ഇന്നും നമ്മൾ ഓർക്കുന്ന 2 പാർലമെൻറ്റ് അംഗങ്ങളാണ്. അവരൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ വിഷയം ഏറ്റവും ശക്തമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ 52 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിരിക്കും. കേരളത്തിൽ നിന്ന് പോയ 2 അംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആകെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത് ചില കങ്കാണിമാരുടെ കയ്യിലാണുള്ളത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് AMIMൻ്റെ OICയുടെ ഒക്കെ കയ്യിലാണെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ KP ഉണ്ണികൃഷ്ണൻ വടകര റെപ്രസെൻ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ വളരെ സജീവമായിട്ടുള്ള അംഗമായിരുന്നു. കോൺഗ്രസിൻ്റെ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ നേതാവായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് എസിൻ്റെ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കല്യാണത്തിനും പൊറോട്ട തിന്നാനും ഒന്നും പോകാറില്ല സാധാരണഗതിയിൽ. പക്ഷേ നോക്കൂ, ആ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാണാതെ പോകരുത്. പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, അത് കേന്ദ്ര സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. അവിടെയൊക്കെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ആ മണ്ഡലത്തിന് പുറത്തുള്ള ഒരു വോട്ടർ എന്നുള്ള നിലയിലുണ്ട്. കേരളത്തിന് സാമ്പത്തിക ഞെരുക്കമുണ്ടായ സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായി തന്നെയാണല്ലോ ആ വിഷയവും. അതിനെക്കുറിച്ച് പറയുക, അനുഭാവപൂർണ്ണമായ ഒരു വാചകം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. അതുകൊണ്ട് അത് ആ വോട്ടർമാർ തീരുമാനിക്കട്ടെ. എന്നെ സംബന്ധിച്ചുള്ള നേരത്തെ ഞാൻ ഉണ്ണി സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു വാചകം പറയാനുണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് പറഞ്ഞു വന്നത് എന്താണ്, ഈ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തളച്ചിടാൻ വേണ്ടി സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉപകരിക്കുമെന്നാണ് സുജിയ പറഞ്ഞത്. നമുക്ക് അത് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ഒരു എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ വിചാരിക്കുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? എന്നെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി അനുഭാവം തോന്നുക ആനി രാജയോടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ CPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അറിഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിൽ തന്നെ തുടർന്നുകൊണ്ട് അവിടെ വന്ന് മത്സരിക്കുക. രാഹുൽ ഗാന്ധി അവിടെയാണോ മത്സരിക്കേണ്ടത്, BJPക്കെതിരെ അല്ലേ മത്സരിക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളപ്പോഴാണ് കയറി സുരേന്ദ്രൻ മത്സരിക്കുകയും കുറച്ചുകൂടി പ്രസക്തമായി ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുരേന്ദ്രൻ വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഗുണമായി എന്ന് അങ്ങനെയാണെങ്കിൽ ആനിരാജ പിന്മാറി സുരേന്ദ്രനും രാഹുൽ ഗാന്ധിയെ നേരിട്ട് മത്സരിക്കട്ടെ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയനാട് ലോക്സഭാ സീറ്റ് CPIക്കാണ് നൽകിയിരിക്കുന്നത്. CPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകാറുണ്ട്. ആദ്യ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം ഒന്നല്ലല്ലോ, ആദ്യ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPIയുടേതാണ് ആ സീറ്റ്. CPI അവിടെ മത്സരിക്കും.
ഈ രാഹുൽ ഗാന്ധി അവിടെ വന്നു കയറി വന്ന ആളാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം CPIക്കെതിരെയല്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്ന ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ വന്ന് ആ സ്പേസ് എടുത്തതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ഇനി പറയാം, എന്നെ നേരിട്ട് എതിർക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ചുകൂടി ഒരു നേരത്തെയുള്ളതിന് അത്രയല്ല, കുറച്ചുകൂടി ഒരു സ്റ്റേക്ക് രാഹുൽ ഗാന്ധിക്ക് വന്നിരിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് പറന്ന് നടക്കാം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ, ഒരു കുഴപ്പമുണ്ടാവില്ല. വയനാടുകാരെങ്കിലും കാണുന്ന രീതിയിൽ പറഞ്ഞാൽ നന്നാവും. സ്മൃതി മാഡം സംസാരിക്കാൻ കൈ ഉയർത്തിയതാണെന്ന് തോന്നുന്നു. അത് സുജിയ ആവർത്തിച്ച് പറയുന്നു, വയനാട്ടിൽ കാണാത്ത MP എന്നുള്ളത്. വയനാട്ടിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന MP ആയി വയനാട്ടുകാർ പോലും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ രൂപത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടേണ്ടത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്, ഞങ്ങളുടെ ഒരു ആവശ്യമാണ് എന്ന രൂപത്തിലാണ് അന്ന് വയനാടുകാർ 2019 കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ദേശീയ നേതാവ് ഈ ന്യായയാത്ര നടത്തുന്നു, ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്കൊക്കെ തന്നെ നിൽക്കുന്ന ഒരു നേതാവ് ഒരു മണ്ഡലത്തിൽ കണ്ടില്ല എന്ന രൂപത്തിലൊന്നും ആ മണ്ഡലത്തിലുള്ളവർ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഒരുപക്ഷെ അത് ചർച്ചയാവുകയും അതിന്മേൽ ചിലപ്പോൾ വിമർശനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. പക്ഷെ മണ്ഡലത്തിൽ കണ്ടില്ല എന്നുള്ളതും രാഹുൽ ഗാന്ധി 5 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലത്തിന് വേണ്ടി മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മണ്ഡലത്തിലുള്ളവർക്ക് അറിയാം. അതാണ് രാഹുൽ ഗാന്ധി മറുപടി പറയട്ടെ. സുജയ ഇങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. സുജയ ഇങ്ങനെ BJPക്ക് വേണ്ടി ഇത്ര ശക്തമായി മത്സരം കാഴ്ചവെക്കുന്നു പറഞ്ഞപ്പോൾ ഇല്ല, ഒരു മിനിറ്റ്, നമ്മുടെ വിഷയം അതാണല്ലോ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ സുജയ, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നല്ല മത്സരം BJP കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു സന്തോഷം തോന്നുന്നു എന്ന് സുജയ പറയുകയുണ്ടായി. അപ്പോൾ ആ സന്തോഷം സുജയ പരസ്യമായി പ്രകടിപ്പിക്കുന്നു. ഞാൻ ഇപ്പുറത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, രാഹുൽ ഒരു ദേശീയ നേതാവാണ്. രാഹുൽ വയനാട് മണ്ഡലത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു നേതാവായിട്ട് വയനാട്ടുകാർ പോലും കാണുന്നില്ല എന്നൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. മറ്റൊരുത്തം പാർലമെന്റിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച MP-മാരിൽ ഒരാൾ തന്നെയാണ് രാഹുൽ ഗാന്ധി. അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ രാഹുൽ മാറി നിന്ന കണക്കിനേക്കാൾ രാഹുലിനെ മാറ്റി നിർത്തിയ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ആ നിലയ്ക്ക് അദാനിക്കെതിരെയുള്ള ശക്തമായ വാക്കുകൾ പറഞ്ഞ ശേഷമാണല്ലോ അദ്ദേഹത്തിന് പാർലമെന്റിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വന്നത്. അതിനുശേഷം നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണല്ലോ അദ്ദേഹം തിരിച്ചെത്തിയത്. ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദേശീയ സാഹചര്യം കണക്കെടുത്തുകൊണ്ട് കൂടി തന്നെയാണ് വയനാട്ടുകാർ അന്ന് വോട്ട് ചെയ്തത്. അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ രൂപത്തിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 202 അല്ല, ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ സാർ. അതായത് വയനാട്ടിൽ കണ്ടില്ല, ഓക്കെ, ദേശീയ മുഖമാണ്. പക്ഷേ വയനാടുകാർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാർലമെന്റിൽ വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇത്രയും വന്യജീവി പ്രശ്നം നടക്കുന്നു, ഭൂപേന്ദ്ര യാദവ് ഇവിടെ വന്നിട്ട് അത് സംസ്ഥാന വിഷയമാണെന്ന് പറയുന്നു, സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്നു. അപ്പോഴും MP അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിലൊരു കൃത്യമായ ഒരു ടേക്ക് എടുക്കേണ്ടത് വയനാട്ടിൽ നിന്നുള്ള MP എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷം, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടത്. വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്തതായ ഒരു വാദം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നോക്കൂ, നമ്മൾ അങ്ങനെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ മാത്രം ഒരു വികസനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തുറന്ന മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ജനാധിപത്യവാദികൾക്കുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ കാര്യവും ബനാത്ത് വാലയുടെ കാര്യവും ഒക്കെ എടുത്തു പറഞ്ഞത്. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടും ബനാത്ത് വാലയും കേട്ടതിൻ്റെ അത്ര പോലും രാഹുൽ ഗാന്ധി ഇപ്പോൾ കേൾക്കുന്നില്ല. ഇവരൊക്കെ തന്നെയും ഇവിടെ ഇലക്ഷൻ സമയത്ത് മാത്രം വരികയും പോവുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത്. നോക്കൂ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ആകെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള 2 ജനപ്രതിനിധികൾ എന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ആകെ ജനാധിപത്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്നുള്ള അവകാശവാദത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. നോക്കൂ, ഈ രാഹുൽ ഗാന്ധിയെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, അതായത് സേഫ് സീറ്റായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തി ജയിച്ചു പോകുന്ന രാഹുൽ ഗാന്ധിയെ അവിടെ തോൽപ്പിക്കാനാകില്ല എന്ന് കണ്ടുകൊണ്ടല്ലേ 2 കോടതിയിലൂടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അന്ന് KC വേണുഗോപാൽ പറഞ്ഞത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അദാനി ഇത്രയും വലിയ ആളാണോ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ്. എന്ന് പറയുമ്പം എന്താ KC വേണുഗോപാൽ പറയുന്നത്? ഗുജറാത്തിലെ 2 കോടതികളെ അദാനി വിലക്കെടുത്തിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? KC വേണുഗോപാൽ പറഞ്ഞത്. അത്രയും കൃത്യമായ ഇടപെടൽ മോദിയുടെ ഭാഗത്തു നിന്ന്, അദാനിയുടെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിയെ ഒരു വയനാട് പോലുള്ള ലോക്സഭാ സീറ്റിൽ സേഫായി ജയിച്ചു വരുന്നത് ഒഴിവാക്കാൻ വേറെ മാർഗ്ഗങ്ങൾ ഇവിടെ തോൽപ്പിക്കാനാകില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കിക്കൊണ്ട് മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി
BJP ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. 202 സീറ്റുകളാണ് BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ആ 202 സീറ്റിൽ കോൺഗ്രസ് ആകെ ഞാൻ മനസ്സിലാക്കുന്നത് 8%, അതായത് വെറും 16 സീറ്റിലാണ് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത്. അത് ഉയർത്തി 125 മുതൽ 150 വരെ സീറ്റുകൾ നേടാനായിട്ടില്ല എങ്കിൽ അടുത്ത തവണ ഒരു മതേതര സർക്കാർ ഇല്ലെന്നേ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ സേഫ് ആയിട്ടുള്ള സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. സേഫായിട്ട് മത്സരിച്ചോട്ടെ സാർ. ആ വയനാട് മണ്ഡലത്തെ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒരു അല്ല, അവിടെ ഒരു പ്രാഥമിക കാര്യം ഉത്തരവാദിത്തമാണത്. ഞാൻ ആ ശരിയാ. പോയിന്റിൽ ഉറച്ചു നിൽക്കും. ശരി, ഇനി ഒന്നാമത്തെ ദേശീയ രാഷ്ട്രീയം ഒക്കെ നോക്കിക്കോട്ടെ, പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യം കൂടി നോക്കണം. കറക്റ്റാണ്. കാരണം വെച്ചാൽ ആ കാര്യം വിശദീകരിക്കേണ്ടത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത വയനാട് MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്കാണ്, കോൺഗ്രസിനാണ്. കോൺഗ്രസിന് ഞാനിപ്പോൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നു, കോൺഗ്രസിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് 300 കോടിയുടെ പദ്ധതികൾ MP എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് അവർ വിശദീകരിക്കട്ടെ. അതിനകത്ത് അദ്ദേഹം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആശയമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2009 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിന്നെ MI ഷാനവാസിനെ വിജയിപ്പിച്ചത്. ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായിരുന്നു സംസ്ഥാനത്ത് MI ഷാനവാസ്. അതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. 2014 എത്രയാണെന്നറിയോ? 20,000 വോട്ടാണ്. 20,000 വോട്ട്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ എല്ലാ കാസ്റ്റ് കോമ്പിനേഷനും അവിടെയുണ്ട്. ഈ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം മണ്ഡലങ്ങളാണ്. മുസ്ലിം അല്ല, അതാണ്. എന്തുകൊണ്ട് ചെയ്തു? അവർ ഈ പറയുന്ന ആന്റി ഇൻകംബൻസി വളരെ ശക്തമായിരുന്നു. ഷാനവാസ് ആന്റി MP വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരവിടെ അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുള്ള ജനതയുമാണ്. അതുകൊണ്ട് ലെറ്റ് ദം ടേക്ക് എ ഡിസിഷൻ. പക്ഷേ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആശയത്തിനുണ്ട്. ആ വ്യക്തി എന്നതിനപ്പുറത്ത്, ജനപ്രതിനിധി എന്നതിനപ്പുറത്ത് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആശയത്തിനുണ്ട്. ആ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. മറ്റേ വിമർശനമൊക്കെ നമുക്ക് പറയാം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കും അവിടുത്തെ കോൺഗ്രസിനുമാണ്. അത്ര മാത്രമേ എനിക്ക്. ആദ്യം രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഇതിനൊക്കെ ഒരു മറുപടി പറയട്ടെ. മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ ചോദിക്കുന്നതിന് ഒരു മറുപടി നിശ്ചയമായും 5 വർഷം MP ആയിരുന്ന ആളെന്ന നിലയിൽ അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഞാൻ വയനാടിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിൽക്കുന്നയാൾ അതിന് മറുപടി പറയണം. നമ്മളെക്കാളൊക്കെ ഉപരിയായി അദ്ദേഹമാണ് അവരാണ് പറയേണ്ടത്. രാഹുൽ ഗാന്ധി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഏൽക്കുമോ പെർമനന്റ് വിസ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ വിഷയം എന്തായാലും ഏറ്റുകഴിഞ്ഞു. കാരണം നമ്മളടക്കം ചർച്ച ചെയ്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ യെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ 3 പേരും നോ. ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്. Meet the editors.